Good afternoon. Good afternoon, ma'am. Good afternoon. Afternoon. Good afternoon. Good afternoon. Good afternoon. ഭക്ഷണവും കഴിച്ചു എല്ലാവരും. Yes. Good afternoon, ma'am. Good afternoon. കഴിച്ചോ? യെസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൗണ്ടറി ആൻഡ് ലിയൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സെക്കൻഡ് ഇൻട്രൊഡക്ഷനിൽ ഈ ഒരു പോയിന്റ് വരെയല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ. This term is used to denote clothing item. It consists of all textiles used in hospitals, which include mattress, bed cover, bed sheets, towel, blanket, screen curtain, doctor coat, table cover, etc. Okay. അപ്പോൾ ഈ സർവീസ് എന്ന് പറയുമ്പോൾ ഉൾപ്പെടുന്ന ക്ലോത്തിങ് ഐറ്റംസ് ഏതൊക്കെയാണ് വരുന്നത്? ഹോസ്പിറ്റൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മാട്രസ് വരുന്നുണ്ട്, ബെഡ് കവേഴ്സ്, ബെഡ് ഷീറ്റ്സ് ഉണ്ട്, ടവൽസ്, ബ്ലാങ്കറ്റ്സ്, സ്ക്രീൻ കർട്ടൻ, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ, എക്സെട്ര. The most preferred and frequently used material is cotton, as it is lower priced and more comfortable. Okay, അപ്പോൾ ഈ മെറ്റീരിയൽസിനെല്ലാം തന്നെ ഉപയോഗിക്കുന്ന
ആ ഒരു മെറ്റീരിയൽ ഏതാണ്, ഈ തരം ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഈ തുണിത്തരങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ് അല്ലെ. എന്തുകൊണ്ടാണ് കോട്ടൺ ചൂസ് ചെയ്യുന്നത്? ലോവർ പ്രൈസും ആണ്, പിന്നെ എന്താണ് മോർ കംഫർട്ടബിൾ ആണ് അല്ലെ പേഷ്യൻസിനും, അതേപോലെ തന്നെ എന്താണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. Hospital laundry receive all the linen material from different areas such as ward, OT, OPD and office area, where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending and delivering. In the case of linen, special care should be taken. Page number 11. ഇനി ഈ മെറ്റീരിയൽസിലെല്ലാം തന്നെ ലൗണ്ടറി സർവീസസിലുള്ള ഈ ലിനൻ മെറ്റീരിയൽ നമ്മളെ ഡിഫറെന്റ് ഏരിയാസിലേക്കാണ് കൊടുക്കപ്പെടുന്നത്. ഏതൊക്കെ ഏരിയാസ് ആണ്? ഒന്ന് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡ്സുകള്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ദെൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OPD ആൻഡ് അതർ ഓഫീസ് ഏരിയാസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെറ്റീരിയൽസുകൾ സോർട്ട് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, അയൺ ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു, മെൻഡ് ചെയ്യുന്നു, ദെൻ ഡെലിവർ ചെയ്യുന്നു. ഓക്കെ. ഒരു മെറ്റീരിയൽ എടുത്തതിന് ശേഷം എന്താണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് ആവശ്യമായിട്ട് വരുന്നത്, ഓരോ ലിനൻ മെറ്റീരിയൽസ് നമ്മൾ കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് വാഷ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്ന അതിനെ വേർതിരിച്ചെടുത്ത് ഉണക്കി അയൺ ചെയ്ത് മടക്കി എന്താണ് മെൻഡ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന പ്രോസസ്സാണ് ലിനൻ ആൻഡ് ലൗണ്ടറി സർവീസസ് പ്രധാനമായും ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്തത്. In the case of linen, special care should be taken. ലിനന്റെ കാര്യത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് സ്പെഷ്യൽ കെയർ കൊടുത്തിട്ട് തന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണെന്ന് നമ്മുടെ ലൗണ്ടറി ലിനൻ സർവീസസിന് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ. ലിനൻ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? അതില് മാട്രസ് മുതൽ ടേബിൾ കവർ വരെ ഉൾപ്പെടുന്നു. ഓക്കെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയൽസ് ആണ്. അത് ലോ പ്രൈസസിലും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് നല്ല രീതിയിൽ കംഫർട്ടബിലിറ്റി കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ. ഇതെല്ലാം തന്നെ നമ്മൾ ഡിഫറെന്റ് ഏരിയാസിലേക്ക് ഈ മെറ്റീരിയൽസ് കൊടുക്കപ്പെടുന്നു. ദെൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് സോർട്ട് ചെയ്യുക, വാഷ് ചെയ്യുക, എക്സ്ട്രാക്ടിങ്, ഡ്രൈയിങ്, അയണിങ്, ഫോൾഡിങ് ആൻഡ് മെൻഡിങ് ആൻഡ് ഡെലിവറി. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. എന്താണ് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ലിനൻ സർവീസസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. Okay. ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. പേഷ്യൻസിനും അതേപോലെ തന്നെ ഓരോ സ്റ്റാഫുകൾക്കും അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സെറ്റിംഗ്സിലുള്ള എല്ലാവർക്കും വളരെ ഹൈജീനിക് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് എന്ത് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. മാത്രമല്ല എപ്പോഴും ഒരു ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഈ ഒബ്ജക്റ്റീവ്സുകൾ നമ്മൾ മൂന്നായിട്ട് പറയുന്നുണ്ട്. The main objectives of the department are the following. ഏതൊക്കെയാണ്? To retain a comfortable and safe environment for the patients, staff and visitors. എന്താണ് പേഷ്യൻസിനും സ്റ്റാഫിനും അല്ലെങ്കിൽ വിസിറ്റേഴ്സിനൊക്കെ എന്താണ് നമ്മൾ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്, പ്രത്യേകിച്ച് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അതിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ. To retain a comfortable and safe environment for the patients, staff and visitors. Then to provide constant supply of qualitative linen to various required areas like OP, inpatient departments, operation theatres, OPD, outpatient departments and other areas. എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഏരിയാസ് ഒക്കെയാണോ? ഒന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, പിന്നെ OPD ഡിപ്പാർട്ട്മെന്റ്സ്, അതർ ഏരിയാസ്. ഇവിടേക്ക് എന്താണ് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ ലിനൻ കോട്ടൺ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് പറയുന്നത്. ഓക്കെ. Then to control hospital infection and retain the quality of care.
ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത്? ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി കെയർ ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കണം ഇവർ സപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ആശുപത്രിയിലെ ഇൻഫെക്ഷൻ കൺട്രോൾ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിട്ട് വേണമെന്നുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കണം ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ 3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, പേഷ്യൻസിനും അതേപോലെ സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒരേപോലെ സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുക. ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻസ് സപ്ലൈ ചെയ്യുക. പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് IP, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, OPD ആണ്. അതർ ഏരിയാസിലേക്ക് കോൺസ്റ്റന്റ് സപ്ലൈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വിതരണം ചെയ്യുക. Then to control hospital infections and retain the quality of care. ഹോസ്പിറ്റൽ ആശുപത്രിയിലെ ഇൻഫെക്ഷൻ നിയന്ത്രിക്കുക, അതോടൊപ്പം തന്നെ എന്താണ് ഒരു നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് കെയർ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലൗണ്ടറി ലിനൻ സർവീസസിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 ഒബ്ജക്റ്റീവും മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് നോക്കുന്നത് സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ലൗണ്ടറി സർവീസസ് ആർ ദ ഫോളോയിങ്. സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ്, ലൗണ്ടറി സർവീസസിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്തെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ടു കളക്ട് ഓർ റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ടു കളക്ട്, റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിഫറെന്റ് പ്ലേസസിൽ നിന്ന് എന്താണ് മലിനമായിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തത് കൊണ്ടുപോകുന്നതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ. അതായത് ടു കളക്ട്, റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. മലിനമായതും അണുക്കളായതുമായിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് എന്താണ് ഡിഫറെന്റ് പ്ലേസസിൽ നിന്ന് കളക്ട് ചെയ്യുക. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ വിച്ച് ഇൻക്ലൂഡ് sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. പിന്നെ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ, കളക്ട് ചെയ്ത ലിനൻ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് സോർട്ട് ചെയ്യുക, അവയെ ഡിവൈഡ് ചെയ്യുക. സ്ലൂസ് ചെയ്യുക. സ്ലൂസ് ചെയ്യാന്ന് പറയുന്നത് എന്താ? സ്ലൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അതിങ്ങനെ മുക്കി വെക്കാമെന്ന് പറയില്ല നമ്മള്. നിങ്ങൾ എല്ലാവരും വാഷ് ചെയ്യാറുള്ളല്ലേ മെഷീനിലൊക്കെ? യെസ്. സ്ലൂസ് ചെയ്യുന്നത് പറയുന്നത് എന്താ? അതിങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നമ്മളെ. ഓക്കെ, ഡിറ്റർജൻസ് അങ്ങനെ ലിക്വിഡ്സ് ഒക്കെ ഉപയോഗിച്ച ശേഷം സോക്ക് ചെയ്ത് വെക്കുന്നു. പിന്നെന്താണ്? അത് അണുവിമുക്തമാക്കുന്നു. ഡിസിൻഫെക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ അണുവിമുക്തമാക്കുന്നു. പിന്നെന്താണ്? വാഷ് ചെയ്യുന്നു അല്ലെ, നല്ല രീതിയിൽ അതിനെ വാഷ് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ വേർതിരിച്ചെടുക്കുന്നു. ദെൻ കണ്ടീഷനിങ് ചെയ്യുന്നു. നല്ല രീതിയിൽ അതിനെ കണ്ടീഷൻ ചെയ്തതിനു ശേഷം അയേൺ ചെയ്യുന്നു. ഓക്കെ, അയേൺ ചെയ്തതിനു ശേഷം അത് നല്ല രീതിയിൽ പ്രസ് ചെയ്യും. അയൺ ചെയ്ത മെറ്റീരിയൽസ് പ്രസ് ചെയ്തതിനു ശേഷം ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്തതിനു ശേഷം ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വിതരണം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് വൺ, സോർട്ടിങ്, സ്ലൂസിങ്, ഡിസിൻഫെക്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ടത് കേട്ടോ. സെക്കൻഡ് പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടേ. അടുത്തത്, ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽസ് ആൻഡ് റീപ്ലേസ്. നമ്മൾ ആ എടുക്കുന്ന തുണിത്തരങ്ങളില് പേജ് നമ്പർ എത്രയാണോ? 11 ആട്ടെ. 11. ഓക്കെ, നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തുണിത്തരങ്ങളിൽ എന്തെങ്കിലും റിപ്പയറിങ്ങോ ഡാമേജസ് കാണുമെങ്കിൽ ആ മെറ്റീരിയൽസ്, ആ തുണിത്തരങ്ങൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്നതിന് റീപ്ലേസ് ചെയ്യുക. ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽസ് ആൻഡ് റീപ്ലേസ് ദം. ഓക്കെ, കൃത്യമായിട്ട് ആ തുണികൾ നല്ല രീതിയിൽ പരിശോധിച്ചിട്ട് ശേഷം മാത്രമായിരിക്കണം നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. Then to distribute clean linen to the respective under user departments and as needed.
to distribute clean linen to respective user departments as needed. ഓരോ ലിനൻ മെറ്റീരിയൽസ് നമ്മൾ എന്താണ് ക്ലീൻ ആയിട്ട്, പ്രത്യേകിച്ച് ക്ലീൻ ആയിട്ടുള്ള ലിനൻ മെറ്റീരിയൽസിൽ ആവശ്യാനുസരണം ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ വിതരണം ചെയ്യുക. ടു ഡിസ്ട്രിബ്യൂട്ട് clean linen to the respective user department as needed. Then to maintain and control the inventories and processed linen. To maintain and control the inventories and processed linen. എന്താണ് പറയുന്നത്? To maintain and control. അതായത് ലിനൻ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻവെന്ററീസ് അല്ലെ, ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇൻവെന്ററീസ് വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ നിയന്ത്രിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, പ്രൊസസ്ഡ് ലിനനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻവെന്ററീസിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക. Then retain different types of registers in department. Retain different types of registers in the department. ലിനൻ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ തരത്തിലുള്ള രജിസ്റ്റേഴ്സുകൾ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ് ഓരോ മെറ്റീരിയൽസ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം ആ രജിസ്റ്റേഴ്സിൽ. അതായത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ തുണിത്തരങ്ങൾ കൊടുത്തു എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ രജിസ്റ്റേഴ്സിലായിരിക്കും നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിന് ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് അവരുടെ ഫംഗ്ഷൻ. ലോണ്ടറി സർവീസസിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെറ്റീരിയൽസുകൾ കളക്ട് ചെയ്യുക, വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുക, അത് എന്താണ് സോർട്ട് ചെയ്യുക, ദെൻ ഫോൾഡിങ് മുതലായിട്ടുള്ള പ്രക്രിയ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഇപ്പോൾ ഡാമേജ് മെറ്റീരിയൽസ് ഉള്ളതിനെ റീപ്ലേസ് ചെയ്യുക, അല്ലാത്തതിനെ റിപ്പയർ ചെയ്യുക, ആവശ്യാനുസരണം ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അത് വിതരണം ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസസ്ഡ് ലിനനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ഓരോ ലിനൻസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സിൽ രേഖപ്പെടുത്തുക. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? The responsibility of the department is to manage technical functions, determine of the type of linen to be purchased, the quantity of material is in stock, etc. Requirements for linen vary various areas, and the hospital need to provide sufficient quantity of linen for circulation as well as a rest period in storage. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാന ടെക്നിക്കൽ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, നല്ല മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്ന തന്നെയാണ്, പർച്ചേസ് ചെയ്യാവുന്ന തന്നെയാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയൽസ് തന്നെ ചൂസ് ചെയ്യണം. പിന്നെ ആവശ്യത്തിനധികം എന്താണ് സ്റ്റോക്കിൽ സൂക്ഷിക്കണം. കാരണം ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് സഫീഷ്യന്റ് സപ്ലൈസ് ആവശ്യമായിട്ടാണ്. അതായത് ഓരോ ഇതേപോലെ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് ഒരുപാട് ലിനൻ മെറ്റീരിയൽസ് നമുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോറേജ് എപ്പോഴും എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് വേരിയസ് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമല്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, എല്ലാ ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് അവിടെ എല്ലാത്തിലും എന്ത് വേണം, ഈ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ലിനൻ സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവർക്കും വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആംബിൾ സ്റ്റോക്ക് സ്റ്റോറേജസ് എന്തിനുണ്ടായിരിക്കണം, ലിനൻ സർവീസസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് പ്രൊവൈഡ് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലിനൻ ഫോർ സർക്കുലേഷൻ ആസ് വെൽ ആസ് എ റെസ്റ്റ് പീരിയഡ് ഓഫ് ഇൻ സ്റ്റോറേജ്. മതിയായ രീതിയിൽ ലിനൻ മെറ്റീരിയൽസിന്റെ സ്റ്റോറേജ് ഹോസ്പിറ്റൽ സംവിധാനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ വരാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയായിട്ടായിരിക്കും വരുന്നതിന്റെ ലൊക്കേഷൻ? എവിടെയായിരിക്കും? ഹോസ്പിറ്റലിന്റെ ഏത് ഭാഗത്തായിരിക്കും വരുന്നത്? അലക്ക് സേവനങ്ങളൊക്കെ എവിടെയായിരിക്കും വരുന്നത്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും, ആണോ? യെസ്, വെരി ഗുഡ്. അതെ. The laundry should be located in area that has sufficient daylight and natural ventilation.
ഈ ഏരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് നല്ല രീതിയിൽ എന്ത് ലഭിക്കുന്ന ഒരു പ്രദേശമായിരിക്കണം അത്, സഫീഷ്യന്റ് ആയിട്ട് ഡേ ലൈറ്റ്സ് അല്ലെ, നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലും പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ വെന്റിലേഷൻ ഉള്ള സൗകര്യങ്ങളുള്ള ആ ഒരു ലൊക്കേഷൻ ആയിരിക്കും ഇതിന് പ്രധാനമായിട്ടും വരുന്നത്. Typically should be on the ground floor of an isolated building situated next to or adjacent to the water and power plant away from the main service area. മിക്കതും ഇത് എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മറ്റു ബിൽഡിങ്സിൽ നിന്ന് സാമീപ്യം വരാതെ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കുള്ളൂ. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ വരാത്ത രീതിയിൽ പ്രത്യേകിച്ച് പവർ പ്ലാന്റ് അല്ലെ, വാട്ടർ സപ്ലൈയുടെയും പവർ പ്ലാന്റ് സപ്ലൈയുടെ ഒക്കെ അല്ലെങ്കിൽ മെയിൻ സർവീസ് ഏരിയയുടെ നിന്ന് കുറച്ച് ദൂരെയായിട്ടായിരിക്കും എന്ത് വരുന്നത്, ലൗണ്ടറി ഏരിയാസ് വരുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനധികം മതിയായ രീതിയിൽ സൺലൈറ്റ് ലഭിക്കണം, അതേപോലെ തന്നെ നാച്ചുറൽ വെന്റിലേഷൻ ഉള്ള ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കുള്ളൂ ഇത് വരുന്നത്. ഓക്കെ, ദെൻ വാട്ടർ സപ്ലൈയുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും, വാട്ടർ സപ്ലൈ പവർ പ്ലാന്റിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഇത് വരുന്നത്. Then the department should be situated close to the elevators, must permit easy movement of linen to different areas. ഇനി ഇത് മറ്റൊരു വിഭാഗവുമായിട്ട് കുറച്ചുകൂടി അടുത്തായിരിക്കുള്ളൂ. ഏതാണ്, ലിഫ്റ്റിംഗ് സൗകര്യവുമായിട്ട് അല്ലെ, എലവേറ്റേഴ്സ് എന്താണ്, ലിഫ്റ്റ് സൗകര്യം അല്ലെ. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ലിഫ്റ്റിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എന്തിനാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ലിനൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലവേറ്റേഴ്സിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ എന്ത് വരുന്നത്, ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. The department should be situated close to the elevators and must permit easy movement of linen to different areas. Okay. Then hospital laundry manages specialty items and tasks which mainly include disinfection and infection control of normally stained linen as well as infected linens. There should be separate infection areas from the reception areas. There should be sufficient power, sufficient quantity of steam as well as correct temperature. ഇനി ഹോസ്പിറ്റൽ ലൗണ്ടറി മാനേജ് ചെയ്യുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളാണ്, സ്പെഷ്യാലിറ്റി ഐറ്റംസ് ടാസ്കുകളാണ് അല്ലെ. പ്രത്യേകിച്ച് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ. ഓരോ മെറ്റീരിയൽസിൽ നിന്നും അണുവിമുക്തമാക്കുക അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, എന്തെങ്കിലും കറകളൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ആണെങ്കിലും അതിൽ നിന്നൊക്കെ അതിനെ മോചിപ്പിക്കുക എന്നൊരു ഡ്യൂട്ടി, അല്ലെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ ക്ലീൻ ആക്കുക എന്നൊരു ഡ്യൂട്ടിയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ മെറ്റീരിയൽസിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ഉണ്ടായിരിക്കും. അതായത് ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യാനും നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അതായത് there should be separate infections area from the reception area. Separated areas reception area നിന്നും, അതായത് ലൗണ്ടറിയുടെ റിസപ്ഷൻ ഏരിയയിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് ഏരിയ ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ ഏരിയാസ് സെപ്പറേറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, മാത്രമല്ല ഒരു സഫീഷ്യന്റ് പവർ സപ്ലൈ, സഫീഷ്യന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി സ്റ്റീം ചെയ്യുന്നതിനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ, അതായത് ഒരു കറക്റ്റ് ടെമ്പറേച്ചറിൽ ചില മെറ്റീരിയൽസ് നമുക്ക് സ്റ്റീം ചെയ്യേണ്ട അവസ്ഥകളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കുള്ളൂ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഇത് ഒരു ഡേ ലൈറ്റ് നാച്ചുറൽ വെന്റിലേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. എലവേറ്റേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതായത് ലിഫ്റ്റ് സൗകര്യത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മെറ്റീരിയൽസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഇവരുടെ മെയിൻ ഹോസ്പിറ്റൽ ലൗണ്ടറി മാനേജർ സ്പെഷ്യാലിറ്റി ഐറ്റംസ് ടാസ്കുകളാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഒന്ന് ഡിസ്ഇൻഫെക്റ്റും ചെയ്യുക, ഇൻഫെക്ഷൻ കൺട്രോളുമാണ് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഏരിയാസുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാത്തരം സംവിധാനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? Then facilities and space requirement for laundry and linen services. Facilities, എന്തൊക്കെ ഫെസിലിറ്റീസും റിക്വയർമെന്റ്സ് ആണ് ലൗണ്ടറി ലിനൻ സർവീസസിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് വരുന്നത്,
decontamination area, sluicing and disinfecting. ഇപ്പൊ ഫസ്റ്റ് വരുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് ഡീകണ്ടാമിനേഷൻ ചെയ്യുന്ന ഏരിയ. ഡീകണ്ടാമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡീകണ്ടാമിനേഷൻ. What is decontamination? Contamination എന്താണ്? Decontamination എന്താണ്? എന്താണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത്? മലിനമായ വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അണുവിമുക്തമാക്കുകയാണ് അല്ലെ? യെസ്. അപ്പൊ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത് സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ആണ് അല്ലെ? അതിനെ നമ്മൾ മുക്കി വെച്ചതിന് ശേഷം മെറ്റീരിയൽസ് എല്ലാം തന്നെ അതായത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അപ്പൊ അതിന് അത് സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. That area with the facilities for receiving, storing, sorting and washer loading of soil will be there. ഇനി സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മെറ്റീരിയൽസിൽ റിസീവ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും സോർട്ട് ചെയ്യാനും അത് ആ സോൾഡ് ആയിട്ടുള്ള ലിനൻസ് വാഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പർപ്പസ് ഉള്ള ഏരിയ ആണ് സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന, സോർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. വാട്ടർ സപ്ലൈക്കും അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പവർ സപ്ലൈക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ക്ലീൻ ആൻഡ് ലിനൻ പ്രോസസിംഗ് റൂം ഉണ്ടാവും. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം പറഞ്ഞാൽ ഒരു ഏരിയ ആയിട്ട് ഉണ്ടായിരിക്കും. സ്റ്റാഫ് ഫെസിലിറ്റീസ് റൂംസ് ഉണ്ടായിരിക്കും. സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫെസിലിറ്റീസ് റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഏരിയ ഫോർ അയണിങ്, സേവിങ് ആൻഡ് മെന്റിങ് ആൻഡ് ക്ലോത്ത് ഡ്രൈയിങ് ഏരിയ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽസ് നമുക്ക് അയൺ ചെയ്യാനും സേവിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ് ഏതെങ്കിലും മെറ്റീരിയൽസ് കീറോ അല്ലെങ്കിൽ കീറിപ്പോവുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യാന്ന് പറയുന്നത് എന്താ? സേവിങ്. നിങ്ങളൊരു ഡ്രസ്സ് കീറിപ്പോയി, നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കീറിക്കഴിഞ്ഞാല് തിന്നോ? തുന്നും. മാറിപ്പോയതാന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കമന്റ് ചെയ്തപ്പോ മാറിയതാന്ന് മനസ്സിലായി. തുന്നും അല്ലെ? സേവ് എന്ന് പറയുന്നപ്പോ എന്താണ്? തുന്നുക, സ്റ്റിച്ച് ചെയ്യുക അല്ലെ? അപ്പൊ അയൺ ചെയ്യുന്നതിനും സ്റ്റിച്ച് ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ പിന്നെ അതേപോലെ തന്നെ ആ ക്ലോത്ത്സുകളെല്ലാം തന്നെ എന്താണ് ഡ്രൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. നമ്മൾ ഈ ഡ്രസ് മെറ്റീരിയൽസ് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഡിറ്റർജൻസുകൾ, ലിക്വിഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും സൊല്യൂഷൻസ് ഒക്കെ മിക്സിങ് ചെയ്തിട്ടൊക്കെ ആയിരിക്കുള്ളൂ കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് മറ്റൊരു റൂം ഉണ്ടായിരിക്കും. പിന്നെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് കൊണ്ട് തന്നെ പ്രത്യേകമായിട്ടും സ്റ്റാഫുകൾക്ക് എന്തുണ്ടായിരിക്കും? ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. എന്താണ് ലോക്കബിൾ സ്റ്റോർസ്? ലോക്കബിൾ സ്റ്റോർ എന്ന് പറയുന്നത് എന്താണ്? ലോക്ക് എന്താണ് വരെ? ലോക്കബിള് ഷെൽഫ്സുകൾ അല്ലെ? അതായത് ചില മെറ്റീരിയൽസുകൾ അല്ലെ, ചില തുണിത്തരങ്ങൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ചില സ്റ്റോറിൽ എന്താണ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ ചിലപ്പോ കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ളത് നമുക്ക് ലോക്ക് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഏരിയ ഉണ്ടാകും. ദെൻ ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. ക്ലീൻ ആയിട്ടുള്ള ലിനൻസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു കൗണ്ടർ ഉണ്ടാകും. കൗണ്ടർ അറിയാലോ, അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ? ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കൊടുക്കുന്ന ഒരു പ്ലേസ് ഉണ്ടായിരിക്കും. Then storage place for cleaning agents, storing clean linen, etc. Storage place for cleaning agents. നമ്മുടെ ഇത് നേരത്തെ പറഞ്ഞ സൊല്യൂഷൻസും അല്ലെങ്കിൽ സ്റ്റോർ ക്ലീൻ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാത്തരം മെറ്റീരിയൽസുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ് ഉണ്ടായിരിക്കും.
പിന്നെ enough space for heavy equipments like washing machine, squeezer, etc. ഇനി മറ്റ് മെഷീൻസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് മറ്റ് മെഷീൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? വാഷിംഗ് മെഷീൻസും സ്ക്യൂസറും അല്ലെ. സ്ക്യൂസർ എന്താണ്? സ്ക്യൂസർ സ്ക്യൂസർ സ്ക്യൂസ് ചെയ്യാന്ന് പറയില്ല നമ്മള്. സ്ക്യൂസ് ചെയ്യുന്ന എന്താണ്? ഡ്രെയിൻ ചെയ്യുന്ന, കൂളർ അല്ല, പിഴിയുക. നമ്മൾ ഡ്രെയിൻ ചെയ്യില്ലേ, ട്രെയിനർ എന്ന് പറയില്ല, ട്രെയിനർ. അതാണ് സ്ക്വീസർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഡെസ്ക്, കൗണ്ടേഴ്സ് ആൻഡ് ക്യാബിനറ്റ്സ് ടു സ്റ്റോർ ഫയൽസ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഫയലുകളും രജിസ്റ്ററുകളും ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഡെസ്കുകളും കൗണ്ടേഴ്സും ക്യാബിനറ്റ്സുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് സർവീസസിലെ പ്രധാന സ്പേസസുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഡീകണ്ടാമിനേഷൻ ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ടാവും, പിന്നെ മെറ്റീരിയൽസ് സ്വീകരിക്കാനും അത് ആവശ്യാനുസരണം ലോഡ് ചെയ്യാനായിട്ടുള്ള പ്ലേസസ്, വാട്ടർ സപ്ലൈസിനും ട്രാവൽ സപ്ലൈസിനുള്ള സ്പേസ് ഉണ്ടാവും. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം ഉണ്ടാവും, സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക റൂമുകള്, പിന്നെ അയോൺ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഡ്രൈ ചെയ്യുന്നതിനും വേണ്ടി പ്രത്യേക ഏരിയാസ്, സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള സ്റ്റോർ റൂംസുകളുണ്ട്, ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ലോക്കബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം സ്റ്റോറുകൾ ഉണ്ടായിരിക്കും. പിന്നെ ക്ലീൻ ആയിട്ടുള്ള ലിനൻ ഇഷ്യൂ ചെയ്യുന്ന കൗണ്ടേഴ്സ് ഉണ്ടാവും. പിന്നെ എന്താണ്? സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ് സ്റ്റോറിംഗ് ക്ലീൻ ആൻഡ് ലിനൻ എക്സെട്ര. മറ്റ് മെഷീൻസിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ഇനഫ് സ്പേസസ് തന്നെ ഉണ്ടായിരിക്കും. ഡെസ്ക്, കൗണ്ടേഴ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് ഫയൽസും രജിസ്റ്റേഴ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഡെസ്കുകളും കൗണ്ടേഴ്സും ക്യാബിനറ്റ്സുകളും ഉണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലൗണ്ടറി സർവീസസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസില് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നോക്കാം. An efficient and effective linen and laundry services can increase patient experience and reduce the danger of cross-contamination. It is necessary to have clean and hygienic laundry, which would ensure a safe environment for patients and prevent spread of infection. ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലെങ്കിൽ ഇവരുടെ ഇമ്പോർട്ടൻസ് വരാൻ കാരണം എന്താണ്? പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ലിനൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ക്രോസ് കണ്ടാമിനേഷൻസിൽ നിന്നൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ലൗണ്ടറി which would ensure a safe environment for patients and prevent spread of infection. ഇപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം രോഗിക്കും അല്ലെങ്കിൽ ചുറ്റുപാടിനും ഒരേപോലെ പ്രദാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല എന്താണ്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഓരോ മെറ്റീരിയൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഏറ്റവും കൂടുതൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലൗണ്ടറി സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇമ്പോർട്ടൻസ് ഇവിടെ ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എന്ന് നോക്കാം. Preventing transmission of infection, patient's comfort and satisfaction, aesthetic value, positive public images. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? അണുബാധ പടരുന്നത് നമുക്ക് തടയാൻ സാധിക്കും അല്ലെ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അത്തരത്തിലുള്ള ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. അണുബാധ തടയാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ സാധിക്കും. പിന്നെ പേഷ്യൻസിന്റെ കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നല്ല ലിനൻ മെറ്റീരിയൽസിൽ നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അവരെ കംഫർട്ടബിലിറ്റി അല്ലെ, അവരെ നല്ല രീതിയിൽ അവരെ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നല്ല മെറ്റീരിയൽസ് ആണ് ലിനൻ സർവീസസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പേഷ്യന്റിന്റെ സംതൃപ്തി കൂട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, then aesthetic value. What is aesthetic value? സൗന്ദര്യാത്മക മൂല്യം എന്ന് നമ്മൾ അതിനെ പറയും. എന്താണ് aesthetic value എന്ന് പറയുന്നത്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് aesthetic value വരുന്നുണ്ടോ? aesthetic value എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ നിറവും വെളുപ്പമാണ്, അല്ലെങ്കിൽ നിറവും
കംഫർട്ടബിലിറ്റി ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളുടെ യൂണിഫോംസ്, പേഷ്യൻസിന് കൊടുക്കുന്ന യൂണിഫോംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പേഷ്യൻസിന്റെ ക്ലോത്ത്സുകളൊക്കെ, ഡോക്ടേഴ്സിന്റെ, സ്റ്റാഫുകളുടെ, അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന സ്റ്റാഫുകളുടെ ഒക്കെ യൂണിഫോംസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും, വെൽ ഡ്രസ്ഡ് ആയിരിക്കും, വളരെ ഒരു അട്രാക്റ്റീവ് കളർ കോമ്പിനേഷൻസിലൊക്കെ ആയിരിക്കുള്ളൂ. അത്രക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസിലായിരിക്കും ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാരാണ് ഈ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത്ര ഭംഗിയില് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലൗണ്ടറി സർവീസസ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ ആണ് ശരിക്കും അല്ലെ? അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെയും ഒക്കെ ആ ഒരു അവരുടെ യൂണിഫോംസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതായത് അത്തരം വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? അത്ര ക്ലീൻ ആയിട്ടും ഹൈജീനിക് ആയിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ എസ്തെറ്റിക് വാല്യൂ എന്താണെന്ന്? എസ്തെറ്റിക് വാല്യൂ മനസ്സിലായോ? Okay. Then positive public image. Positive public image. What is positive public image? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് പബ്ലിക് ഇമേജ് കിട്ടുന്നുണ്ടോ? അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ? എസ്തെറ്റിക് വാല്യൂമായിട്ട് പോസിറ്റീവ് പബ്ലിക് ഇമേജസ് കിട്ടുന്നത് കറക്റ്റ് ആണ്. കാരണം ഒരു ഹോസ്പിറ്റൽ ഏറ്റവും നല്ല തുണിത്തരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസിനും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒരേപോലെ തന്നെ എന്താണ് നല്ല സർവീസസ്, അതായത് നല്ല തുണിത്തരങ്ങൾ പ്രൊവൈഡ് ചെയ്ത്. പുറത്തുനിന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പുതിയതായിട്ട് വരുന്ന പുതിയ പേഷ്യൻസ് ആണെങ്കിലും എന്താണ് അവർക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു വാർഡാണെങ്കിലും റൂം ആണെങ്കിലും കാണുമ്പോൾ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഹൈജീനിക് ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഇമേജ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ ആണ് ആ ഒരു ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പങ്ക് തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ പോലെ തന്നെ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പങ്ക് വഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള അണുബാധകൾ തടയാനായിട്ട്, അണുബാധ പടരുന്നത് തടയാനായിട്ട് സഹായിക്കുന്നു. പിന്നെ എന്താണ്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനും കംഫർട്ടബിലിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. ഒരു എസ്തെറ്റിക് വാല്യൂ നിലനിർത്താനും പോസിറ്റീവ് പബ്ലിക് ഇമേജസ് ഉണ്ടാക്കാനായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിനെ സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായോ ഇമ്പോർട്ടൻസ്? ശരി, ഇനി നമ്മൾ നോക്കുന്നത് പ്ലാനിംഗ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലൗണ്ടറി സർവീസസ് റിലൈസ് ഓൺ. പ്ലാനിംഗ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലൗണ്ടറി സർവീസസ് റിലൈസ് ഓൺ. റിലൈസ് മീൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലൗണ്ടറി സർവീസസിന് റിലേ ചെയ്യാന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഒരു സർവീസസിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു അലക്കു സേവനത്തെ കുറിച്ച് ആസൂത്രണം ചെയ്യുമ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന്, സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ദെൻ കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. കിങ് എന്നല്ല കേട്ടോ, കൈൻഡ്, KIND, കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലൗണ്ടറി സർവീസസ് in adjoining areas, weather conditions, type of clientele. നമുക്ക് നോക്കാം സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മളൊരു ഹോസ്പിറ്റലിന്റെ സൈസ് നോക്കിയിട്ടാണ് അതിന്റെ ലൗണ്ടറി സർവീസസ് നമ്മളെ അല്ലെ. ഇപ്പൊ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നുണ്ട്. അപ്പൊ വലിയ ഒരു ലൗണ്ടറി സർവീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് വരും അല്ലെ, സൈസിനനുസരിച്ച്. ഇപ്പൊ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കുറച്ച് പേഷ്യൻസ് ഉണ്ടാവുള്ളൂ, കുറച്ച് സ്റ്റാഫുകളുള്ളൂ, അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മെറ്റീരിയൽസിൽ മാത്രം നമുക്ക് എടുത്താൽ മതി. പക്ഷെ സൈസ് അനുസരിച്ച് ഇപ്പൊ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ സൈസ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? സെക്കൻഡ് വൺ, കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. കൈൻഡ്, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ ആണെന്ന്.
എന്താണ് ഏത് തരം എന്ന് ഉദ്ദേശിക്കുന്നത്? കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചില ക്ലിനിക്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോ പ്രൈവറ്റ് അല്ലെങ്കിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ പറയുന്നില്ല. അതിൽ നമ്മള് ചിലതിൽ എന്താ പറയാ ട്രീറ്റ്മെന്റ് നമ്മളിപ്പോ ഉഴിച്ചിലൊക്കെ നടത്തുന്നൊക്കെ പറയില്ല, ഉഴിച്ചിൽ നടത്തുന്ന കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അത് അലോപ്പതിയിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് സോറി ആയുർവേദിക് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ കണ്ടിട്ടില്ല, ക്ലിനിക്സുകൾ. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ സമേത എന്നൊക്കെ പറഞ്ഞ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട് നിങ്ങള്? സമേത മെറ്റർണിറ്റി കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. മെറ്റർണിറ്റി കെയറിന് കൊടുക്കുന്ന ഒരു പാക്കേജസ് ആണ്. അപ്പൊ കൈൻഡ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലുണ്ട്. പിന്നെ ചെറിയ കുറച്ച് ഇപ്പൊ ഒരു 10-15 പേർക്ക് മാത്രമായിട്ട് സർവീസസ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അവിടെയൊക്കെ എന്താണ് അധികം തുണിത്തരങ്ങൾ ആവശ്യമായിട്ട് വരുന്നില്ല. ചെറിയ ചെറിയ ഫെസിലിറ്റീസുകൾ മാത്രം, ചെറിയ ചെറിയ മെറ്റീരിയൽസ് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു നമ്പർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് അതിന്റെ കൈൻഡ് ഏത് തരം ഹോസ്പിറ്റലാണെന്ന് നമ്മളതിനെ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്. അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്. ഇതാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു ചുറ്റുപാട്, നമ്മുടെ തൊട്ട് ഹോസ്പിറ്റലിന് അടുത്ത് തന്നെ എന്തുണ്ടായിരിക്കണം? ഈ ലൗണ്ടറി ലിനൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഏരിയാസ്. നമുക്ക് ഇതൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കണ്ടേ? എടുക്കുന്ന ഏരിയാസ് തൊട്ടടുത്തൊക്കെ തന്നെ അതിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന്, അതായത് ലിനൻ റിസോഴ്സസിന് അവൈലബിലിറ്റി ഉണ്ടോ, തൊട്ടടുത്ത ഏരിയാസിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റുന്നതാണോ എന്ന് കൂടി നോക്കിയിട്ടാണ് നമ്മൾ ലിനൻ സർവീസസ് ഹോസ്പിറ്റലിൽ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അഡ്ജോയിങ് ഏരിയാസ് എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. യെസ്. Then weather conditions. Weather conditions. എന്താണ് വെതർ കണ്ടീഷൻസ് നോക്കാറുണ്ടോ ലോണ്ടറി സർവീസസിൽ? നമ്മള് എന്താണ് വെതർ കണ്ടീഷൻസ്? നമ്മൾ നേരത്തെ ലൊക്കേഷൻ പഠിച്ചപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്തു. എന്താണ് വെതർ കണ്ടീഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്? പ്രോപ്പർ ആയിട്ട് സൺലൈറ്റും വെന്റിലേഷൻസ് കിട്ടുന്ന ഒരു പ്ലേസസ് ആയിരിക്കും അല്ലെ? പ്രത്യേകിച്ച് അങ്ങനെ കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസസിലായിരിക്കുള്ളൂ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതുകൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത്. ദെൻ ടൈപ്പ് ഓഫ് ക്ലൈന്റൈൽ. ടൈപ്പ് ഓഫ് ക്ലൈന്റൈൽ എന്താണ്? ഉപയോഗങ്ങളുടെ തരമാണ്. ഏതൊക്കെ തരത്തിലെ മെറ്റീരിയൽസുകൾ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ, സ്റ്റാഫിന്റെ, മറ്റ് പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ, ഇത് ഓരോ തുണിത്തരങ്ങളും പല വിഭാഗങ്ങളായിരിക്കും അല്ലെ? പല തരത്തിലുള്ള രീതിയിലാണ്. ഇപ്പൊ പേഷ്യൻസിന് എന്താണ് നമുക്കറിയാം, ഒരു ഗൗൺ പോലത്തുള്ള ഡ്രസ്സുകളായിരിക്കാം. സ്റ്റാഫുകൾക്ക് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്താണ് നമ്മള് പല പല തുണിത്തരങ്ങളാണ്. ഇപ്പൊ ടേബിൾ ഷീറ്റ്സ്, സ്ക്രീൻ കർട്ടൻ ഒക്കെ തുടങ്ങിയിട്ട് പല മെറ്റീരിയൽസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഒരു ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസിനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഒന്നത് എന്തൊക്കെ നോക്കും നമ്മൾ? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. പിന്നെ ഏത് കൈൻഡ് ഓഫ് ഹോസ്പിറ്റലാണ്, പിന്നെ മറ്റ് ലിനൻ സർവീസസുമായി ബന്ധപ്പെട്ട് മറ്റ് റിസോഴ്സസിന് അവൈലബിലിറ്റി തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ വെതർ കണ്ടീഷൻസ് ഓക്കെ ആണോ, ഏതൊക്കെ തുണിത്തരങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലൗണ്ടറി സർവീസസ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു അലക്കു സേവനവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. മനസ്സിലായോ? Yes. Mechanized laundry services has been established as the best method for washing linen. It is not only convenient but safe, dependable and cheaper when compared with other methods. Mechanized laundry service എന്ന് പറയുന്നത് എന്താണ്? മെക്കാനൈസ്ഡ് laundry service എന്ന് പറയുന്നത് യന്ത്രവൽകൃത അലക്ക് സേവനം. എന്താണത്? എന്തുപയോഗിച്ചിട്ടാണ് ഹോസ്പിറ്റൽസിലെ ഈ ലൗണ്ടറി സർവീസസുകളുടെ വാഷിംഗ് പ്രക്രിയകൾ നടക്കുന്നത്? എന്തുപയോഗിച്ചുകൊണ്ടിട്ടാണ്? എന്താണ് അവിടെ ഉപയോഗിക്കുന്നത് വാഷ് ചെയ്യാനായിട്ട്? മെക്കാനൈസ്ഡ് ലൗണ്ടറി സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ലിനൻ കഴുകുന്നതിന് നമ്മൾ ഏറ്റവും നല്ലൊരു ഉപയോഗമായിട്ട് വാഷിംഗ് മെഷീൻസിൽ ഉപയോഗിക്കുന്നത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന നിലയിൽ മറ്റു സേവനങ്ങൾ, അതായത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്, ഡിപ്പെൻഡബിൾ ആണ്, വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം യന്ത്രവൽകൃത ഉപകരണമാണ് എന്ത് വാഷിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. മറ്റ് അതർ മെത്തേഡ്സ്, ഇതിപ്പോ നമ്മൾ പഴയ ആദ്യ കാലങ്ങളിലൊക്കെ എന്താണ്, ഇത് കഴുകാനായിട്ട് നമ്മൾ കുറെ സ്റ്റാഫുകൾ നിർത്തിയിരുന്നു അല്ലെ. അതായത് കല്ലിലിട്ട് നമ്മുടെ കല്ലിൽ അലക്കുന്ന ഒരു സംവിധാനം അറിയില്ല നിങ്ങൾക്ക്. വാഷിംഗ് മെഷീൻസിനൊക്കെ മുന്നേ തന്നെ വരുന്നതിന് മുമ്പായിട്ട് നമ്മളിത് കല്ലിൽ അലക്കിയിട്ടാണ് ഓരോ മെറ്റീരിയൽസ് മുകളിലൊക്കെ കൊണ്ടുപോയി വിരിച്ചിരുന്നവരുണ്ട്, ലിഫ്റ്റിംഗ് സൗകര്യങ്ങൾ പോലും ഇല്ലാതെ. അപ്പൊ അത്തരം ആ ഒരു മെത്തേഡിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് നമുക്ക് എന്താ വാഷിംഗ് മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ? ആണോ? ഉണ്ട്. ഉപയോഗിക്കുന്നില്ല, ലക്ഷ്മി ഉപയോഗിക്കുന്നില്ല. എന്തൊക്കെയാടോ? പക്ഷെ നമ്മള് ഒരു കാലഘട്ടത്തിൽ കംപ്ലീറ്റ് എല്ലാവരും കല്ലിലാണ് അലക്കിയിരുന്നത് അല്ലെ. കംഫർട്ടബിൾ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് കുട്ടികളുടെയൊക്കെ യൂണിഫോംസ് ഒക്കെ നമ്മൾ മിക്കതും അങ്ങനെ വാഷിംഗ് മെഷീൻസിൽ ഇടാറുള്ളത്. നമ്മൾ ഒന്നിൽ കൈകൊണ്ട് തന്നെ വാഷ് ചെയ്യും അല്ലെ. മിക്കതും വൈറ്റ്, ഇപ്പൊ വെനസ്ഡേയിലൊക്കെ യൂണിഫോം എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ആയിരിക്കും ഉള്ളതൊക്കെ നമ്മൾ ഒരിക്കലും മെഷീൻസിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എന്താണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് മോശമായി പോകാൻ സാധ്യതയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നോക്കുന്നത്. ഓരോരുത്തർ ഇഷ്ടത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മെക്കാനൈസ്ഡ് ലൗണ്ടറി സർവീസസ് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ കുറെ നേരമായി പറയുന്നത് ഹോസ്പിറ്റലിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത്. ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവരെല്ലാ മെറ്റീരിയൽസും കഴുകുന്നത്. എല്ലാ ലീനൻ മെറ്റീരിയൽസും ഹോസ്പിറ്റൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെ ആയിരിക്കും വാഷ് ചെയ്യുന്നത്? അല്ല, ചില സമയങ്ങളിൽ ഇവർക്ക് ഔട്ട്സോഴ്സസിനെ ആശ്രയിക്കേണ്ടി വരും അല്ലെ. ഔട്ട്സോഴ്സ് എന്ന് വെച്ചാൽ പുറത്തുള്ള സേവനങ്ങളെ ആശ്രയിക്കേണ്ടി വരും, പ്രൈവറ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അതുമായി ബന്ധപ്പെട്ട് എന്താ പറയേണ്ടത്. Why are administrators choosing outsource? ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഔട്ട്സോഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ള അലക്ക് സേവനങ്ങളെ അല്ലെങ്കിൽ പുറത്തുള്ള സേവനങ്ങളെ ആശ്രയിക്കുന്നതിന്റെ കാരണം എന്താണ്? Having a laundry department involves a lot of labor, advanced machineries, materials and cost. അല്ലെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ലേബർ ആവശ്യമാണ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് വേണം, മെഷീൻസ് വേണം, കോസ്റ്റ് ഒക്കെ കൂടുതലാണ് അല്ലെ. പ്രത്യേകിച്ച് മെഡിക്കൽ ലിനൻസിന്റെ കാര്യത്തില് അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. മെഡിക്കൽ ലിനൻസ് ആർ ഓൾവേസ് എക്സ്പോസ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആണ് അല്ലെ. എപ്പോ വേണമെങ്കിലും ഇൻഫെക്റ്റഡ് ആവുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പൊ അത് വളരെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. If actual procedures are not followed, it would have a major effect of the quality of service provided. അപ്പോൾ ലിനൻ സർവീസിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്, സോർട്ട് ചെയ്ത് അതിനെ മെന്റ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിലും ഇതിന് എന്ത് സംഭവിക്കാം, ഇൻഫെക്ഷൻസ് ഒന്നും പോകില്ല അല്ലെ. നമ്മൾ നോർമൽ ഒരു വാഷ് ചെയ്താലും പോണ പോലെ ചെയ്യാൻ പാടില്ല. അതായത് അങ്ങനത്തുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാതിരുന്നാൽ എന്താണ്, അത് ഹോസ്പിറ്റലിനും അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിനും ഒരേപോലെ തന്നെ അത് എന്താണ് അത് റിസ്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ചില സന്ദർഭങ്ങളിൽ എന്താണ്, ഇറ്റ് വുഡ് ഹാവ് എ മേജർ എഫക്ട് ഓൺ ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ്. അപ്പൊ അതിന്റെ തുണിത്തരങ്ങളുടെ ക്വാളിറ്റിയാണ് ഇത് ബാധിക്കുന്നത് അല്ലെ. നമ്മൾ നല്ല പ്രോസസ്സിലൂടെ ഇതിന് വാഷ് ചെയ്തില്ലെങ്കിൽ എന്താണ് ആ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിനെ അത് നശിപ്പിക്കുന്നത്. When a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per the specialized needs. അപ്പോ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫുകളെ കിട്ടാതെ അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് മെഷീനറീസ് ഒക്കെ ഇല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ചില ഹോസ്പിറ്റൽസ് ഔട്ട്സോഴ്സസിനെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏജൻസിനെ ആശ്രയിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികളായിരിക്കും. അതായത് ഇത്തരം മെറ്റീരിയൽസുകൾ നല്ല രീതിയിൽ പ്രോപ്പർ ലെവൽ ഓഫ് കെയറിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. അതായത് പുറത്തുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികൾ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ നല്ല ഏറ്റവും നല്ല മെറ്റീരിയൽസ് ആയിട്ട് അത് ക്ലീൻ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഔട്ട്സോഴ്സസുകൾ ആശ്രയിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് നോൺ ആസ് ഔട്ട്സോഴ്സിങ്. അപ്പോ അങ്ങനെ
ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് professional medical laboratory services of an external agencies to handle hospital with a high level of care as per the specialized needs. It is known as outsourcing. Underline ചെയ്യാത്ത ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായോ? അതായത് പ്രത്യേക ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസ് പ്രത്യേക സാഹചര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് അതായത് അവരുടെ ആ ഒരു നല്ലൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് കെയറിൽ ആ മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് മറ്റ് ഏജൻസിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഇത്തരം പ്രോസസ്സുകൾ വാഷ് ചെയ്തെടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ ഔട്ട്സോഴ്സസിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിക്ക് ഏൽപ്പിക്കാനായിട്ട് സാധിക്കുമോ? എല്ലാ ഹോസ്പിറ്റൽസിനും പറ്റുമോ? പുറത്തുള്ളവർക്ക് സേവനങ്ങളിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി, സൈസ് ആൻഡ് ഇക്കണോമിക് ഓഫ് ദ ഹോസ്പിറ്റൽ. അല്ലെ, ഹോസ്പിറ്റലിന്റെ വലിപ്പവും സാധ്യതയൊക്കെ നോക്കിയിട്ടായിരിക്കും. ഇപ്പൊ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഫിനാൻഷ്യൽ ഓക്കെ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനൊക്കെ ഇങ്ങനെ ഏൽപ്പിക്കാനായിട്ട് സാധ്യതയാണ്, എക്സ്റ്റേണൽ ഏജൻസിനെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിന്റെ സൈസും ഇക്കണോമിക്സും പ്രാക്ടിക്കബിലിറ്റി ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. While selecting a laundry services, administrators have to consider the following factors. അപ്പൊ ഒരു ഔട്ട്സോഴ്സസിനെ, ഒരു എക്സ്റ്റേണൽ ഏജൻസിനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കാറുണ്ട്. അതായത് എക്സ്റ്റേണൽ ഏജൻസിക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ്, ഹോസ്പിറ്റൽ മെറ്റീരിയൽസ്, ലൗണ്ടറി മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കുകയുള്ളൂ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്? While selecting a laundry services, administrators have to consider the following factors. എന്തൊക്കെയാണ്? സർവീസ് ക്വാളിറ്റി. അവർ നല്ല സർവീസ് ക്വാളിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നല്ല സേവന നിലവാരമാണോ അവർ കാണിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. അല്ലെ, അവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്വേഷിക്കും, സർവീസ് ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, അവർ കൊടുക്കുന്ന സർവീസസ് നല്ല റെപ്യൂട്ടേഷൻ ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പ്രൈസിങ് എക്യുപ്മെന്റ് യൂസ്ഡ്, അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അവരുടെ മെഷീൻസ് എല്ലാം തന്നെ ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണോ അവർ ഉപയോഗിക്കുന്നത് കൂടി കൃത്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ അവർ ഔട്ട്സോഴ്സസിന് മെറ്റീരിയൽസിൽ കൊടുക്കുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു ലൗണ്ടറി എക്സ്റ്റേണൽ ഏജൻസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന 3 കാര്യങ്ങളാണ്. എന്ത്? അവരുടെ സർവീസ് ക്വാളിറ്റി നോക്കും, അവരുടെ റെപ്യൂട്ടേഷൻസ് കൊടുക്കും, അവരുടെ സർവീസസിന്റെ, അതേപോലെ തന്നെ എന്താണ് അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൈസ്. ഇതൊക്കെ നോക്കിയതിനു ശേഷമാണ് മറ്റൊരു ഏജൻസിക്ക്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഔട്ട്സോഴ്സസിന് ഹോസ്പിറ്റൽസ് ഇവരുടെ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വാഷിംഗ് പർപ്പസസിനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഔട്ട്സോഴ്സിന് നമ്മൾ ഈ തുണിത്തരങ്ങൾ ഏൽപ്പിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണ്. അല്ലെ, മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. നമുക്ക് ചിലവ് കുറഞ്ഞ പരിഹാരം തന്നെയാണ് ഇത് ലഭിക്കുന്നത്. അല്ലെ, അതേപോലെ തന്നെ എന്താണ്? ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ facilities, increase efficiency and productivity of our facilities, and improved quality of care provided. Then second point പറയുന്നത് എന്താണ്? Increase efficiency and productivity facilities. Productivity of facilities അവർന്ന് വേണ്ട കേട്ടോ, അവർന്നുള്ളത് വെട്ടാം. Productivity of facilities, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനക്ഷമയും ഉൽപാദനക്ഷമയും വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ഔട്ട്സോഴ്സിൽ കൊടുക്കുന്നത് കൂടി സാധിക്കുന്നു. ഓക്കെ, ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫെസിലിറ്റീസ്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. അല്ലെ, മെച്ചപ്പെട്ട ഗുണനിലവാരം കൊടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഓക്കെ, അപ്പൊ 3 അഡ്വാൻറ്റേജസ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് എക്സാമിന് ചോദിക്കാറുണ്ടല്ലോ. ഒന്നെന്താണ്? മോർ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ അതുപോലെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസി നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഔട്ട്സോഴ്സസും എന്താണെന്നും അതിന് എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ്സ് ഔട്ട്സോഴ്സസിനെ ആശ്രയിക്കുന്നതെന്നും എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് മനസ്സിലായോ?
ഈ ഒരു ഭാഗം കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻസ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് നോക്കുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ലിനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ ടൈപ്സ്, ഏതൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ജനറൽ പർപ്പസ് ലിനൻ. ജനറൽ പർപ്പസ് ലിനൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. ജനറൽ പർപ്പസ് ലിനൻ എന്ന് പറയുന്നത് കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. പേഷ്യന്റ് ലിനൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺസ്, കോട്ട് എക്സെട്ര. പേഷ്യന്റ് ലിനൻ, പേഷ്യന്റിന്റെ തുണിത്തരങ്ങൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് ക്ലോത്തിങ്, അതിൽ വരുന്നത് ഗൗൺസും കോട്ട്സും. വാർഡ് ലിനൻ. വാർഡ് ലിനൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉൾപ്പെടുന്നു? ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ് ലൈക്ക് ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവർ എക്സെട്ര. വാർഡ് ലിനൻ ഏതൊക്കെയാണ്? ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ് ലൈക്ക് ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവർ എക്സെട്ര. OT, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലൈക്ക് ലിനൻസ്. OTയിലും ലേബർ റൂമിലും പ്രൊസീജിയർ റൂമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലിനൻസ് ഏതൊക്കെയാണ്? സർജിക്കൽ ഗൗൺസ്, സ്ക്രബ് സ്യൂട്ട്സുകള്, ഗൗൺ, ക്യാപ്പ് എക്സെട്ര. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെ ലിനൻ ഉണ്ട്? ജനറൽ പർപ്പസ് ലിനൻ ഉണ്ട്, പേഷ്യന്റ് ലിനൻ ഉണ്ട്, വാർഡ് ലിനൻ ഉണ്ട്, OT, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻസ് ഉണ്ട്. ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. ജനറൽ പർപ്പസിൽ വരുന്നത് കർട്ടൻ, സ്ക്രീൻ മുതൽ ടേബിൾ ക്ലോത്ത്സ് വരെ. പേഷ്യൻസ് ലിനൻസില് പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഗൗൺസും കോട്ട്സുകളും. വാർഡ് ലിനനില് ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവേഴ്സ് എക്സെട്ര. OTയിൽ ഉപയോഗിക്കുന്നതും ലേബർ റൂമിലും പ്രൊസീജിയർ റൂംസിലെ ലിനൻസ് ഏതൊക്കെയാണ്? സർജിക്കൽ ഗൗൺസ്, സ്ക്രബ് സ്യൂട്ട്സുകള്, ഗൗൺസ്, ക്യാപ്സ് എക്സെട്ര. മനസ്സിലായില്ലേ ക്ലാസിഫിക്കേഷൻ? ഓക്കെ. കോട്ട് എന്താണെന്നോ? കോട്ട്സുകള് അത് ഓരോ ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുള്ളൂ. ചിലർക്ക് കോട്ട്സ് പോലെ ആയിരിക്കും പേഷ്യൻസിന്റെ ക്ലോത്തിങ്ങിൽ വരുന്നത്, കോട്ട് ആയിരിക്കുള്ളൂ. അതായത് കംപ്ലീറ്റ്ലി ഇങ്ങനെ നമുക്ക് ബട്ടൺസ് ഒക്കെ ഉള്ളതായിരിക്കും. നിങ്ങളുടെ കോട്ടും തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? യെസ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. ശരി. താങ്ക് യു.